വെൽക്കം ബാക്ക് ടു ഗോബൂസ് ബയോളജി ആൻഡ് ഈസി ലേൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈസോഫാഗസ് ആണ്. ഈസോഫാഗസിന്റെ തുടർച്ചയായിട്ടുള്ള സ്റ്റൊമക് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഫോർഗട്ടിന്റെ ലാസ്റ്റ് പാർട്ട് സ്റ്റൊമക്. ഓക്കെ, സ്റ്റൊമക്. ആക്ച്വലി ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈസോഫാഗസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ തൊറാക്സിക് റീജിയനിലാണ്, അല്ലെങ്കിൽ തൊറാക്സിക് ക്യാവിറ്റിയുടെ അവിടെയാണ്. അപ്പം ഇത്രയും ഭാഗം നമ്മുടെ തൊറാസിക് റീജിയനും അതിനുശേഷമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? അബ്ഡോമിനൽ റീജിയൻ. അപ്പം സ്റ്റൊമക്ക് കാണപ്പെടുന്നത് എവിടെയാണ്? അബ്ഡോമിനൽ റീജിയനിലാണ്. അപ്പം സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗനാണ്. ജെ ഷേപ്ഡ് സ്ട്രക്ചറിലുള്ള ഒരു മസ്കുലാർ ഓർഗനാണ്. ഇത് കാണപ്പെടുന്നത് അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗൻ. ഇറ്റ് ഈസ് എ ജെ ഷേപ്ഡ് മസ്കുലാർ organ or bag like structure. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗൻ ഓർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതേപോലെ തന്നെ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ upper left portion of the abdominal cavity. Okay, ക്ലിയർ? അപ്പൊ എന്തൊക്കെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു? സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗൻ ഓർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ. Then it is located in the upper left portion of the abdominal cavity. Okay, next point. സ്റ്റൊമക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? It receives food from the esophagus. It receives food from the esophagus. അതായത് ഈസോഫാഗസിൽ നിന്ന് വരുന്ന ഫുഡിനെ റിസീവ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? സ്റ്റൊമക്കിലേക്കാണ്. ക്ലിയർ? Then next point. Food stays in the stomach for about 3 to 4 hours. Food stays in the stomach for about 3 to 4 hours or 3 to 5 hours എന്ന് പറയുന്നത് നമുക്ക് പറയാം. എന്നൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്? സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗൻ അല്ലെങ്കിൽ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ഇറ്റ് റിസീവ്സ് ഫുഡ് ഫ്രം ദ ഈസോഫാഗസ്. ഫുഡ് സ്റ്റേസ് ഇൻ ദ സ്റ്റൊമക്ക് ഫോർ അബൌട്ട് 3 to 4 or 3 to 5 hours. ഓക്കെ, ഇനി നമ്മൾ സ്റ്റൊമക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസിബിൾ ബാഗ്. ഡിസ്റ്റൻസിബിൾ ബാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫുഡ് കഴിക്കുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പാൻഡ് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആവുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസിബിൾ ബാഗ്.
ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസിബിൾ ബാഗ്. സ്റ്റൊമക് വിൽ ഡിസ്റ്റൻസ് ഓർ എക്സ്പാൻഡ് ആഫ്റ്റർ ദ ഇൻജക്ഷൻ ഓഫ് ഫുഡ്. എപ്പോഴാണോ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് സ്റ്റൊമക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസിബിൾ ബാഗ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ സ്റ്റൊമക്കിനെ കുറിച്ച്. ഇനി നമുക്ക് അതിന്റെ പടം വരച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് സ്റ്റൊമക്കിന്റെ പാർട്ടുകളെ കുറിച്ചാണ്. ഓക്കെ, എക്സ്റ്റേണലി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സ്റ്റൊമക്ക് ഹാസ് 4 പാർട്സ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണത്? കാർഡിയാക്, ഫണ്ടിക്, ബോഡി, അതേപോലെ തന്നെ പൈലോറസ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് സ്റ്റൊമക്കിന്റെ പാർട്ടുകൾ. ഓക്കെ, സ്റ്റൊമക്കിന് പ്രധാനമായിട്ടും 4 പാർട്സ്. ഇറ്റ് ഹാസ് 4 പാർട്സ്. ഏതൊക്കെയാണ്? കാർഡിയാക്, ഫണ്ടിക് ഓർ ഫണ്ടസ്, ബോഡി, then pylorus or pyloric. Pylorus or pyloric. Okay, the stomach has 4 parts: cardiac, fundic or fundus, body, and last part pylorus or pyloric. ഞാനിതിന്റെ സ്ട്രക്ചർ ഒന്ന് വിട്ടുതരാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഫുഡ് റിസീവ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈസോഫാഗസിൽ നിന്നാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഈസോഫാഗസ് എന്ന് ലേബൽ ചെയ്തു. ഈസോഫാഗസ്, then stomach. ഓക്കെ, ഇനി ഈസോഫാഗസിൽ നിന്ന് ഈ വഴി എന്താണ്? ഫുഡ് എങ്ങോട്ടേക്ക് എത്തുന്ന? സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. അപ്പം ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? സ്റ്റൊമക്കിന്റെ അടുത്താണ്. അപ്പൊ അവിടെ ഒരു വാൾവ് ഉണ്ട്. ആ വാൾവിനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് സ്പിഞ്ചർ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിഞ്ചർ. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിഞ്ചർ. അപ്പം ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പാർട്ട്, സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ഏത്? ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിഞ്ചർ ഓർ കാർഡിയാക് സ്പിഞ്ചർ. കാരണം ഇവിടെ ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിഞ്ചർ എന്ന പേര് വരാൻ എന്തുകൊണ്ടാണ് കാരണം? ഈ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ ഒരു വാൾവ് കാണപ്പെടുന്നത് എവിടെയാണ്? അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക്ക്. ഈസോഫാഗസിന്റെ സ്റ്റൊമക്കിന്റെയും ജംഗ്ഷനിലാണ് ആ വാൾവ് കാണപ്പെടുന്നത്, ആ ഓപ്പണിംഗ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അവയ്ക്ക് ഏത് പേര് പറയുന്നത്? ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ സ്പിഞ്ചർ. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? കാർഡിയ. അപ്പം ഫസ്റ്റ് പാർട്ട് നമുക്ക് ലേബൽ ചെയ്യാം കാർഡിയ. ഫസ്റ്റ് പാർട്ട് ഏതാണ്? കാർഡിയ. അപ്പം ടുവേഴ്സ് ദ കാർഡിയാക് സ്പിഞ്ചർ ആര് കാണപ്പെടുന്നുണ്ട്? കാർഡിയ. ഓക്കെ, അപ്പം ടുവേഴ്സ് ദ കാർഡിയാക് സ്പിഞ്ചർ ഏരിയയിലാണ് ആര് കാണപ്പെടുന്നത്? കാർഡിയ കാണപ്പെടുന്നത്. ഈ കാർഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻലെറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്. എന്താണ്? ഇൻലെറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്. ഇൻലെറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്. അതായത് സ്റ്റൊമക്കിന്റെ ഓപ്പണിംഗ് ഏരിയ ആണ് ആരെന്ന് പറയുന്നത്? കാർഡിയ. ഓക്കെ, ടുവേഴ്സ് ദ കാർഡിയാക് സ്പിഞ്ചർ ആ ഏരിയയിലാണ് കാർഡിയ കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ഇൻലെറ്റ് ഓഫ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിന്റെ ഇൻലെറ്റ് അല്ലെങ്കിൽ എൻട്രി ഏരിയ ആണ് ഇത് കാർഡിയ എന്ന് പറയുന്നത്.
ഇനി അടുത്ത നമ്മൾ പറയേണ്ടത് ഏതാണ്? ഫണ്ടിക് അല്ലെങ്കിൽ ഫണ്ടസ്. ഇവിടെ ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന റീജിയൻ, ഈ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ബൾജിങ് റീജിയൻ. ബൾജിങ് റീജിയൻ ആണ് എന്ന് പറയുന്നത് ഫണ്ടിക് റീജിയൻ. അവിടെ എന്ന് പറയുന്നത് എയർ ഫീൽഡ് ആണ്. എയർ ഫീൽഡ് അല്ലെങ്കിൽ ഗ്യാസ് ഏരിയ നമുക്ക് പറയാം. ഗ്യാസ്. ഓക്കെ, ഏത്? ഫണ്ടിക് റീജിയൻ. ഓക്കെ, പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഫണ്ടിക് റീജിയൻ കാണപ്പെടുന്നത് ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. ഡയഫ്രത്തിന് തൊട്ട് താഴെയായിട്ടായിരിക്കും. അപ്പൊ ഫണ്ടിക് റീജിയൻ എവിടെയാണ് കാണപ്പെടുന്നത്? ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ട് ഏതാണ് ഇവിടെ പറയുന്നത്? ബോഡി. ബോഡിയാണ് മെയിൻ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്. സ്റ്റൊമക്കിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞ ആരാണ്? ബോഡിയാണ്. ഇതാണ് ഡിസ്റ്റൻസിബിൾ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്. ബോഡിയാണ് ഡിസ്റ്റൻസിബിൾ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്. ഓക്കെ, ഫൈനലി ആരാണ്? പൈലോറസ്. അപ്പം ബോഡി എന്ന് പറയുന്നത് മെയിൻ പാർട്ട്, ഡിസ്റ്റൻസിബിൾ പാർട്ട് അല്ലെ. ഇനി അടുത്ത് പൈലോറസ്. പൈലോറസ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അതായത് ഏകദേശം ഇവിടെയായിട്ട് വരും പൈലോറസ്. ലാസ്റ്റ് പാർട്ടാണ് ആരെന്ന് പറയുന്നത്? പൈലോറസ് അല്ലെങ്കിൽ പൈലോറിക്. പൈലോറസ് അല്ലെങ്കിൽ പൈലോറിക്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയേ, ഈസോഫാഗസ് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നിടത്ത് ഒരു വാൾവ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു റെഗുലേറ്റിംഗ് സ്ഫിങ്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്ഫിങ്ചർ അല്ലെങ്കിൽ കാർഡിയാക് സ്ഫിങ്ചർ. അപ്പം സ്റ്റൊമക്കിൽ വരുന്ന ഫുഡ് പദാർത്ഥങ്ങളെ എന്ത് ചെയ്യാം? തിരിച്ച് ഈസോഫാഗസ് വഴി വെളിയിലേക്ക് പോകുന്നില്ല. അപ്പം ഇറ്റ് പ്രിവെന്റ് ദ റീഗർജിറ്റേഷൻ ഫ്രം ദ food particles present in the stomach. Okay, it prevents the backflow of food from stomach to esophagus. അതെന്താണ്? തിരിച്ച് സ്റ്റൊമക്കിൽ നിന്ന് ഈസോഫാഗസിലേക്ക് ഫുഡ് പോകുന്ന ബാക്ക് ഫ്ലോയെ പ്രിവെന്റ് ചെയ്യുന്നത്, റീഗർജിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്ഫിങ്ചർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്ഫിങ്ചർ എന്താണ്? ഈ പൈലോറസിന്റെ അടുത്ത് ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഈ സ്ഫിങ്ചറിനെ വിളിക്കുന്ന പേരാണ് പൈലോറിക് സ്ഫിങ്ചർ. എന്താണ്? പൈലോറിക് സ്ഫിങ്ചർ. അപ്പൊ എന്താണ് പറയേണ്ടത്? ഈസോഫാഗസിന്റെയും സ്റ്റൊമക്കിന്റെയും സൈഡിലായിട്ടുള്ള സ്ഫിങ്ചറിന്റെ കൂട്ട് തന്നെ സ്റ്റൊമക്കിന്റെ ലാസ്റ്റ് പാർട്ട് ഓപ്പൺ ചെയ്ത് എങ്ങോട്ടാണ്? ഈ സി ഷേപ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിയോഡിനം. ഓക്കെ, അപ്പം സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ടായ ഡിയോഡിനത്തിന്റെ അവിടെ ഒരു സ്ഫിങ്ചർ ഉണ്ട്. ആ സ്ഫിങ്ചറിനെ വിളിക്കുന്ന പേരാണ് പൈലോറിക് സ്ഫിങ്ചർ. ഓക്കെ, ആ പൈലോറിക് സ്ഫിങ്ചറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രിവെന്റ് ദ റീഗർജിറ്റേഷൻ ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് ഫ്രം ദ സ്മോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ദാറ്റ് ഈസ് ഡിയോഡിനം. ക്ലിയർ ആയോ? അപ്പം രണ്ട് തരത്തിലുള്ള സ്ഫിങ്ചർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്ഫിങ്ചർ അല്ലെങ്കിൽ കാർഡിയാക് സ്ഫിങ്ചർ. ഓക്കെ, അത് ഈസോഫാഗസിന്റെ സ്റ്റൊമക്കിന്റെ ആ ഏരിയ. എന്നാൽ അടുത്ത സ്ഫിങ്ചർ എന്ന് പറയുന്നത് സ്റ്റൊമക്കിന്റെയും സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ടായ ഡിയോഡിനത്തിന്റെ അവിടെയുള്ള സ്ഫിങ്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പൈലോറിക് സ്ഫിങ്ചർ. ഏത് സ്ഫിങ്ചർ ആണ്? പൈലോറിക് സ്ഫിങ്ചർ. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗൻ ആണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസിബിൾ ബാഗ് ആണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ആവാൻ ഫുഡ് വരുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് ആവാൻ കഴിവുള്ള ഒരു മസ്കുലാർ ഓർഗൻ അല്ലെങ്കിൽ ഒരു ബാഗ് ആണ് എന്ന് പറയുന്നത് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ജെ ഷേപ്ഡ് സ്റ്റൊമക്കിന് രണ്ട് കർവേച്ചർ ഉണ്ട്. അതിന്റെ പുറമേയുള്ള ഈ കർവേച്ചറിനെ അല്ലെങ്കിൽ വലിയ കർവേച്ചറിനെ നമ്മൾ ഗ്രേറ്റർ കർവേച്ചർ. എന്താണ്? ഗ്രേറ്റർ കർവേച്ചർ. അപ്പം രണ്ട് തരത്തിലുള്ള കർവേച്ചർ ഉണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ഗ്രേറ്റർ കർവേച്ചർ എന്നും ഇവിടെയുള്ള ഈ കർവിനെ നമ്മൾ ലെസർ കർവേച്ചർ എന്നും പറയും. എന്താണ്? ലെസർ കർവേച്ചർ. ഓക്കെ, അപ്പം ഗ്രേറ്റർ കർവേച്ചർ ആൻഡ് ലെസർ കർവേച്ചർ. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ആസ് വി ക്യാൻ സീ, inside the stomach there is a throne of folds that is called rugae.
ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് റുഗെ. ക്ലിയർ? ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് സ്റ്റൊമക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ചേംബർ ആയിട്ടാണ് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം, അല്ലെ? നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ആദ്യം തൊട്ട് പറഞ്ഞതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാം. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജെ ഷേപ്ഡ് മസ്കുലാർ ബാഗ് ഓർ ഓർഗൻ. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസിബിൾ ബാഗ് which is distance or expand or extend after the ingestion of food. Okay, it is located in the upper left portion of the abdominal cavity. Food stays in the stomach for about 3 to 4 or 3 to 5 hours. Clear? Then next നമ്മൾ പറഞ്ഞത് സ്റ്റൊമക്കിന്റെ പാർട്ടുകളെ കുറിച്ചാണ്. ഓക്കെ, സ്റ്റൊമക്ക് ഹാസ് 4 parts. ഏതൊക്കെയാണ്? കാർഡിയാക്, ഫണ്ടിക്, ബോഡി. ഓക്കെ, പൈലോറസ്. കാർഡിയാക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇൻലെറ്റ് ഓഫ് സ്റ്റൊമക്ക് ആണ്, സ്റ്റൊമക്കിന്റെ എൻട്രി ഏരിയ ആണ്. ഇതിന്റെ അടുത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? കാർഡിയാക് സ്ഫിഞ്ചർ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്ഫിഞ്ചർ കാണപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ഈസോഫാഗസിനെ റെഗുലേറ്റ് ചെയ്യുന്ന, ഈസോഫാഗസിന്റെ ഓപ്പണിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുവഴിയുള്ള ഫുഡിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ വേറൊരു ഫംഗ്ഷൻ എന്താണ്? ഈസോഫാഗസിലെ കൂടെ എന്താണ്? സ്റ്റൊമക്കിലുള്ള ഫുഡ് കണ്ടന്റ്സിനെ തിരിച്ച് ഈസോഫാഗസ് വഴി വെളിയിലേക്ക് കളയുന്നില്ല. ഓക്കെ, ഇപ്പൊ റീഗർജിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാക്ക് ഫ്ലോ ഓഫ് ഫുഡിനെ പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ പറയേണ്ട കാര്യം ഫണ്ടിക് അല്ലെങ്കിൽ ഫണ്ടസ് എന്ന് പറഞ്ഞ എയർ ഫിൽഡ് ഏരിയ ആണ്, ബൾജ് ചെയ്ത് നിൽക്കുന്ന ഏരിയ ആണ്, ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. നെക്സ്റ്റ് ബോഡി എന്ന് പറയുന്നത് മെയിൻ പാർട്സ് ഓഫ് ദ സ്റ്റൊമക്ക് ആണ്, ഡിസ്റ്റൻസിബിൾ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ആണ്. നെക്സ്റ്റ് പൈലോറസ്, ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് പൈലോറസ്. അതുപോലെ തന്നെ പൈലോറസിന്റെ അവിടെ ഒരു സ്ഫിഞ്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പൈലോറിക് സ്ഫിഞ്ചർ. ഈ പൈലോറിക് സ്ഫിഞ്ചർ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ടായ ഡിയോഡിനത്തിലേക്കാണ്. ഓക്കെ, ഇതും റീഗർജിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇനി സ്റ്റൊമക്കിന് 2 കർവേച്ചർ ഉണ്ട്, ഗ്രേറ്റർ കർവേച്ചറും അതേപോലെ തന്നെ ലെസർ കർവേച്ചർ. ഇതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫോൾസിനെ വിളിക്കുന്ന പേരാണ് റുഗെ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റൊമക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് ലെയേഴ്സ്. അത് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു വീഡിയോയിലായിട്ടായിരിക്കും അത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് സ്റ്റൊമക്കിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, നോട്ട്സ് എഴുതി വെക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.